സംസ്ഥാനത്ത് ഇന്നും നാളെയും 10 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പൊതുജനങ്ങൾക്ക് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ അലക്സ്. സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പാണ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത രീതിയിൽ ചൂട് കൂടുമെന്നറിയുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. ചെറിയൊരു സാങ്കേതിക പ്രശ്നമായിരുന്നു. അലക്സ് റാമിലേക്ക്. തീർച്ചയായും സംസ്ഥാനത്ത് താപനില ഉയർന്നു തുടരും അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഇന്നും നാളെയും 10 ജില്ലകളിൽ താപനില ഉയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ 10 ജില്ലകളിൽ വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തുടർച്ചയായി 2ാം ദിവസവും സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഏറ്റവും ഉയർന്ന താപനില ഇന്നലെ രേഖപ്പെടുത്തിയത് കോട്ടയം ജില്ലയിലാണ്. 38.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കോട്ടയത്ത് കഴിഞ്ഞ 2 ദിവസമായി രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് രേഖപ്പെടുത്തിയ മറ്റിടങ്ങളും കണ്ണൂർ എയർപോർട്ടിൽ 38.3 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. അതിനാൽ ഈ ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, നിർജ്ജലീകരണം, അതുപോലെ സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രധാനമായി പാലിക്കണം. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ആ മേഖലയിൽ പ്രത്യേകിച്ച് കാടിനോട് ചേർന്ന് താമസിക്കുന്നവർ, വിനോദസഞ്ചാരികൾ, ഒപ്പം ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിനടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ ബാബു ചോദിക്കുന്നു, ഇപ്പോൾ സമയം 10 ആയി, വാറായില്ലയോ എന്ന് ചോദിക്കുന്നു. ഞാൻ പോകും, പക്ഷേ ഇവിടെ പതുങ്ങി നിൽക്കും.